ലൈവ് അറ്റ് 6 വിശദമായി കൂടുതൽ യുവതികൾ പരാതിയുമായി രംഗത്ത് വരികയും നേതാക്കൾ കൈവിടുകയും ചെയ്തതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായി രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് രാഹുൽ തെറ്റ് ചെയ്തത് കൊണ്ടല്ല രാജി എന്ന ന്യായീകരണമാണ് നിരത്തിയത്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട്, പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റൊരു യുവതിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണവും പുറത്തു വന്നു. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. യുവനടി പറഞ്ഞത് തനിക്കെതിരായിട്ടാണെന്ന് കരുതുന്നില്ലെന്നും എഴുത്തുകാരി ഹണി ഭാസ്കർ ഉന്നയിച്ച ആരോപണം അവർ തന്നെ തെളിയിക്കട്ടെ എന്നും രാഹുൽ പറഞ്ഞു. ഓഡിയോ സന്ദേശം വ്യാജമായി നിർമ്മിക്കുന്ന കാലമാണെന്നായിരുന്നു പുറത്തുവന്ന ശബ്ദരേഖയോടുള്ള പ്രതികരണം. യുവനടിയുടെ ആരോപണങ്ങൾ വന്നുവെന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവര് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു വെക്കുന്നത്. അവരെൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലം വരെ നല്ല കമ്മ്യൂണിക്കേഷൻ, ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ. ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെന്റെ സുഹൃത്താണ്, ഇപ്പോഴും അടുത്ത സുഹൃത്താണ്. അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും. അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം, ഇപ്പോഴും എൻ്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷെ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതി ഉണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. അവർ പങ്കുവെച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവെച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവർ പങ്കുവെച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം അവർ പങ്കുവെക്കാത്തത്. സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്യുന്ന നിയമം പറയേണ്ടി വരത്തില്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. രാഹുലിന്റെ പ്രതികരണത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട നടി റിനി ആൻ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നടത്തിയ പോരാട്ടമാണെന്നായിരുന്നു പ്രതികരിച്ചത്. എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പോൾ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്.
രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല, ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല. അയാൾ പറയുന്നതിൽ പരാതിയില്ല, ആരോപണം മാത്രമായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ്. അല്ല, അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ ന്യൂസുകളിലൊക്കെ വന്ന് ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു, അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ. ഇപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ. പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ചിത്രസഹിതം വരുന്നത്. അപ്പോൾ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വ്യക്തമായിട്ട് അറിയാമല്ലോ എൻ്റെ ആറ്റിറ്റ്യൂഡാണെന്നുള്ളത്, ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാമല്ലോ. കാരണം ഞാൻ പറഞ്ഞത് അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ്. ഇനി അവർ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ട ആ പ്രസ്ഥാനമാണ്. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നത് വേണം ഇന്നത് അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എനിക്കില്ല. വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ നടി റിനി ഞാൻ പറഞ്ഞതുപോലെ കുറേയേറെ പ്രൂവ് ചെയ്യാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു എന്നതിനുമപ്പുറം എന്തെല്ലാം തെളിവുകളാണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്? ഓഡിയോ സംഭാഷണം, വാട്സപ്പ് ചാറ്റ്, ടെലിഗ്രാമിലെ ചാറ്റ്, FB ചാറ്റ്, ഇതിനൊക്കെ ഉത്തരം നൽകേണ്ടതില്ലേ? ഇതിൽ അവസാനിക്കുമോ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവർത്തികൾ? എൽദോ, ആരെങ്കിലും ഒന്ന് പറയാൻ മറ്റുള്ളവർ കൂടി കാത്തിരുന്നു എന്ന് മനസ്സിലാക്കും വിധമാണ്, തോന്നിക്കും വിധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും തെളിവുകളും പുറത്തു വരുന്നത്. ഇന്നലെ കൊച്ചിയിൽ യുവനടി തുടങ്ങി വെച്ചതാണ്. ഇന്ന് രാവിലെ അതൊരു ശബ്ദ സന്ദേശമായി, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ശബ്ദ സന്ദേശമായി പിന്നീട് പുറത്തു വന്നു. അതിനു പിന്നാലെ ആരോപണങ്ങൾ ഓരോന്നായി രാഹുലിനെതിരെ വരികയാണ്. ഒരു സ്ക്രീൻഷോട്ട്, ഇതേ ആരോപണം രാവിലെ വന്ന ശബ്ദ സന്ദേശത്തിന് സ്ഥിരീകരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ, ടെലഗ്രാം ചാറ്റുകളുമാണ്, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. അതും ഒരേ ആരോപണമാണ്. പിന്നാലെ ഇപ്പോൾ ന്യൂസ് 18-ലൂടെ അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ നടത്തുന്ന വെളിപ്പെടുത്തലും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ പരാതിയില്ല, സൗഹൃദത്തിൻ്റെ ഭാഗമായുള്ള സംഭാഷണങ്ങളാണ്, അത് എങ്ങനെ കേസെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കേസെടുക്കാൻ തക്ക കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നില കൂടുതൽ പരുങ്ങലിലാവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രം പ്രശ്നം തീരുമോ എന്ന ചോദ്യം ശക്തമായി ഉയർന്നു വരികയാണ്. BJP-യും CPM-ഉം ഒക്കെ, CPM സംസ്ഥാന സെക്രട്ടറി രാജി ആവശ്യപ്പെട്ടെങ്കിൽ പോലും DYFI-യും ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഒക്കെ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കിയിരുന്നു. നേരത്തെ V ശിവൻകുട്ടി MLA അടക്കമുള്ളവർ, PK ശ്രീമതിയെ പോലുള്ള CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനത്തുള്ള രാജി ആവശ്യപ്പെടുന്നു. BJP ആണെങ്കിൽ കുറച്ചുകൂടി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്, പാലക്കാടും തിരുവനന്തപുരത്തുമൊക്കെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. രാവിലെ പ്രതിപക്ഷ നേതാവും KPC നേതൃത്വവുമായും ACC നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് MLA സ്ഥാനം കൂടി രാജിവെക്കുന്നതാണ് പാർട്ടി ഗുണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉടൻ രാജി എന്നൊരു തീരുമാനത്തിലേക്ക് പോകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് പാർട്ടി നിർബന്ധിക്കില്ല. കേസുകൾ ഉണ്ടാകട്ടെ, തെളിവുകൾ വരട്ടെ. കാരണം CPM-ന്റെ MLA-മാർക്കെതിരെ സമാനമായി M മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ ചില ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവെക്കുകയല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ കേസിലേക്ക് പോകട്ടെ, നിയമ നടപടികളായി വന്നാൽ ആ ഘട്ടത്തിൽ നോക്കാം. ഏതായാലും പാർട്ടി എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറി നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. MLA സ്ഥാനത്തുടൻ രാജി ഉണ്ടാകില്ല എന്ന സൂചനയാണ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ അപ്പോഴും രാഹുൽ വിഷയം കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് കോൺഗ്രസിനെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്ത നേതാവായ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ വേഗത്തിൽ പ്രതികരിക്കുന്ന നേതാവാണ്, കൃത്യമായി പ്രതികരിക്കുന്ന, വ്യക്തമായി പ്രതികരിക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. പക്ഷേ ഷാഫി ഈ ഏതാണ്ട് 24 മണിക്കൂർ ആകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ട്, അപ്പോഴും അത് പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. പാലക്കാടിൻ്റെ മുൻ MLA തൻ്റെ അനന്തരാവകാശി എന്ന നിലയിൽ പോലും, അല്ലെങ്കിൽ തൻ്റെ പിൻഗാമി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടന്ന ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും അതിനുശേഷം തൻ്റെ 3 തവണ ജയിച്ച സീറ്റുമൊക്കെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു നേതാവിന് നൽകിയ ഷാഫി പറമ്പിൽ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധം നേതാക്കളെയൊക്കെ പ്രതിരോധത്തിലാക്കി ഓരോ മണിക്കൂറിലും പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരികയാണ്. കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ്, പ്രതിരോധത്തിലാണ്. തീർച്ചയായിട്ടും പ്രതിരോധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയും MLA സ്ഥാനവും രാഹുലിന് നഷ്ടമാകും
എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും വിവരങ്ങൾ നൽകിയത് വി അരുണാണ്. ഇനിയും ഏറെ പരാതികൾ AICC നേതൃത്വത്തിന് മുന്നിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ന്യൂസ് 18 മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി പുറത്തുവിട്ടത്. ഇരയാരാണ്, ആർക്കാണ് പരാതി എന്നതായിരുന്നു രാജിപ്രഖ്യാപന സമയത്തും രാഹുലിന്റെ പ്രതിരോധം. ധാർമ്മികത ഉയർത്തിയാണ് രാജി എന്ന് പറഞ്ഞ രാഹുലിനെതിരെ തുറന്നു പറച്ചിലുമായി ഒരാൾ കൂടി രംഗത്തെത്തി. റേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഉപയോഗിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുവെന്ന് ട്രാൻസ് യുവതി അവന്തിക ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഇന്ന് രാവിലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും അവന്തിക ന്യൂസ് 18നോട് പറഞ്ഞു. പാലക്കാട് BJP ജില്ലാ അധ്യക്ഷന് എല്ലാം അറിയാമെന്നും എല്ലാം പ്രശാന്ത് ശിവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അവന്തിക പറയുന്നു. കൊല്ലുമോ എന്ന ഭയം മൂലമാണ് ഒന്നും തുറന്നു പറയാതിരുന്നത്. ന്യൂസ് 18 തത്സമയ സംപ്രേഷണത്തിനിടയിൽ ഇക്കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴും അവന്തികയുടെ ഫോണിലേക്ക് രാഹുലിന്റെ വിളിയെത്തിയിരുന്നു. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? സംഭവിച്ചിട്ട് കുറച്ച് നാളായി. ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാള് പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ അങ്ങനെയുള്ളത്. അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം, ഇവിടേക്ക് ഇങ്ങനെ ഇതായാലും ആളുകൾ കാണും, ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല സമൂഹത്തിൽ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാമല്ലോ. ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല സൈബർ ഇടങ്ങളിൽ അറ്റാക്കും ഇയാളുടെ കൂട്ടാളിയിൽ നിന്നൊക്കെ വല്ല പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത്, നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജ് ആണത്. പിന്നെ എനിക്കും പേടിയുണ്ട്. ഞാനും അയാളെ ഭയന്നിരുന്നു, ഇതൊക്കെ പുറത്തു വന്നാൽ നാളെ എന്താവും ഇഷ്യൂ എന്ന്. ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുവായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി, ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ നിലവിൽ ഇത് പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെളിവുകളടക്കം അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട് അല്ലേ?
തെളിവുകൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. ഇന്ന് രാവിലെ എന്നെ കുറെ പ്രാവശ്യം കോൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും അത് എനിക്ക് തോന്നുന്നു ഇവൻ ഇന്ന് ഞാൻ പുറത്ത് വിടും, ഞാൻ പുറത്ത് പറയും എന്നുള്ള ഭയന്നിട്ടായിരിക്കും ഇന്ന് എന്നെ വിളിച്ചേക്കണത്. അതും എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഇത് മുന്നേ അയച്ച ഡിയർ എന്നൊക്കെ പറഞ്ഞ ഹായ് ഹൂയ് മെസ്സേജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നിങ്ങൾ എന്താണ് തുടർ നടപടി? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും രേഖാമൂലം പരാതി നൽകുമോ? ഇല്ല, ഇത് സമൂഹം അറിയണമല്ലോ. കാരണം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ സമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ ഒരു MLA പറയാണ്, ഒരു സുപ്രഭാതത്തിൽ പരിചയപ്പെട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത് എവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തൃക്കാക്കര ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ്. ഒരു ഡിബേറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അയാൾ അന്ന് തന്നെ ആ ഇടയ്ക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ സൗഹൃദമായിരുന്നു. അത് പിന്നീട് ഈ രീതിയിലെ വൈകൃത സംഭാഷണത്തിലേക്ക് അയാൾ തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തു. മെസ്സേജ് അയക്കാൻ തുടങ്ങി, പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാറ്റിയെടുത്തു. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ സമയത്തൊന്നും പരാതിപ്പെടാൻ തയ്യാറായിരുന്നില്ല അല്ലെ? ഇല്ല, കാരണം നമ്മൾ അറിയാലോ ഇയാളെ സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചാൽ എന്തായും അവസ്ഥ എന്നുള്ള ഭവിഷ്യത്തുകൾ എനിക്ക് ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. പക്ഷെ ഇത് സമൂഹം അറിയണം. കാരണം ഇങ്ങനെയും വൈകൃതങ്ങൾ ഒരാളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണ ഒന്നുമല്ല, റേപ്പ് ചെയ്യണം എന്നാണ്. അയാൾ റേപ്പിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. റേപ്പ് ചെയ്യണ പോലെ നിന്നെ ആ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അത് പറയുകയായിരുന്നു, മെസ്സേജ് അയക്കുകയല്ല, പറയുകയായിരുന്നു അല്ലെ? മെസ്സേജ് അയച്ചത് അത് വോയിസ് മെസ്സേജ് ആണ്. പക്ഷെ അത് ഡിസപ്പയറിംഗ് മെസ്സേജ് ആയതുകൊണ്ട് അത് അപ്പൊ തന്നെ നമ്മളത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അതാണ് ടെലഗ്രാമിന്റെ ഒരു പോളിസി. ശരി ശരി. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഡാൻ കുര്യൻ വിവരങ്ങളായി ചേർന്നു. ഡാൻ, ഈ വാർത്ത, അവന്തിയുടെ പ്രതികരണം ഡാൻ പുറത്തുവിടുമ്പോൾ അത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, തനിക്കെതിരെ ആര് പരാതി പറഞ്ഞു, ആർക്കാണ് പരാതി ഉള്ളത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു. ആ സമയത്ത് ലൈവിലിരുന്ന് അവന്തിക ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മിസ് കോൾ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുടർച്ചയായി വിളിക്കുന്നുണ്ട് അവന്തികയെ. ഓക്കെ, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് എത്താൻ മുൻപ് ഡാൻ, ഈ അവന്തിക ഇതിൽ കൃത്യമായി ഔദ്യോഗികമായ പരാതിയുമായി നീങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങനെ നീങ്ങാതെ ഇരിക്കാൻ കഴിയില്ല. കാരണം BJP നേതൃത്വവും അവന്തികയോട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട, പാർട്ടി ഒപ്പമുണ്ട് എന്ന് BJP നേതൃത്വം അവന്തികയെ അറിയിച്ചതായാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതായത് പ്രശാന്ത് ശിവനെ നേരത്തെ തന്നെ ഈ തുറന്നു പറച്ചിലിന് മുൻപ് തന്നെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ അവന്തിക നേരിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ഈ സ്ക്രീൻഷോട്ടുകളടക്കം ചിലത് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആരോപണം റിയ അന്ന ഉന്നയിക്കുന്നതിന് തൊട്ടു പിന്നാലെ BJP ആണ് ആദ്യം പേര് പോലും പറയാതെ ആരോപണം ഉന്നയിച്ച ഒരു യുവ MLA-ക്കെതിരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പാലക്കാട് MLA-യുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് രാഹുലിനെതിരെ ഉള്ള ആരോപണമാണ് എന്നതിന് എന്ത് തെളിവാണ് എന്ന മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ പ്രശാന്ത് ശിവൻ നൽകിയ ഉത്തരം തനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം, ഇപ്പോഴൊന്നും തുറന്നു പറയുന്നില്ല എന്നാണ്. അത് അവന്തികയുടേത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ പ്രശാന്ത് ശിവന് നേരത്തെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി അവന്തിക തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. നമ്മുടെ ലൈവിൽ അവന്തിക തൻ്റെ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നതിനിടയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സാപ്പിൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ഇതിൽ ആരെയും പഴി പറയേണ്ടതില്ല, ഇടത് നേതാക്കൾക്കെതിരെയും സമാനമായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ എന്ന തരത്തിലുള്ള കേവലം പ്രതിരോധങ്ങൾ കൊണ്ട് മാത്രം തീരുന്നതല്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് നിയമപരമായ വഴികളിലേക്ക് അവന്തിക മുമ്പോട്ട് പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം വരും. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രം നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനത്തിന് കൂടി വെല്ലുവിളി ഉണർത്തുന്ന ഗുരുതര വെളിപ്പെടുത്തലുമായാണ് അവന്തിക ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. റൈറ്റ്. ഇനി അവന്തിക തന്റെ ദുരനുഭവങ്ങൾ ന്യൂസ് 18നോട് തത്സമയം എത്തിക്കുന്ന സമയത്തും തന്റെ അനുഭവങ്ങൾ ന്യൂസ് 18നോട് തത്സമയം എത്തിയും അവന്തിക
അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. അവന്തിക ലൈവിൽ പറഞ്ഞ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആൾക്ക് താല്പര്യമുണ്ട്, അത് ഇവിടെ വെച്ച് സാധിക്കില്ല, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി റേപ്പ് ചെയ്യണമെന്നാണ്, നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് രാഹുൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. കാരണം ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. അയാളുടെ ഒരു ലൈംഗിക വൈകൃതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ് അയാൾ, നമ്മളാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാൾ നിയമസഭയിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളാണ് എന്നെ പോലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റേപ്പ് ചെയ്യണമെന്ന്. എത്ര തരം താന്ന രീതിയിലാണ് അത്, എത്ര ധൈര്യത്തോടെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള ധൈര്യം രാഹുലിന്, ആ ഗഡ്സും എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇന്നലെ തന്നെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ ഡിസപ്പയറിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ. നമ്മൾ ആ മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് ഡിലീറ്റ് ആയി പോകും. അത്തരത്തിലുള്ള മെസ്സേജുകളാണ് അയാൾ അയക്കുന്നത്. പക്ഷെ പരിചയപ്പെടുന്ന തൃക്കാക്കര ബൈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതിനുശേഷം ഉടനെ തന്നെ എവിടുന്നാണ് ഇങ്ങനെ ഒരു സാധാരണ വേറൊരാൾക്കും കിട്ടാത്ത ഒരു ഗഡ്സ് ആണ് രാഹുലിന് കിട്ടിയിരിക്കുന്നത്. എവിടുന്ന് കിട്ടി ഇത്തരത്തിൽ സംസാരിക്കാനുള്ള ഗഡ്സ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരാളെ റേപ്പ് ചെയ്യണമെന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന അയാൾക്കുള്ള ആ ഗഡ്സ്, അതും ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇത്ര നിയമ സംവിധാനങ്ങളും ഉള്ള നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്ക് അയക്കുന്ന മെസ്സേജാണ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന്. അത് ശരിക്കും അയാൾ റേപ്പിസ്റ്റ് ആണ്. പല കാരണങ്ങളും ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം എനിക്ക് ഭയമായിരുന്നു നാളെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഓർത്ത്. നല്ല രീതിക്കുള്ള ഭയമുണ്ട്. ഇപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇത് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ എത്തരത്തിലാണ് എന്നെ ഇത് അഫക്ട് ചെയ്യാനുള്ള എനിക്കൊരു പ്രശ്നം. ന്യൂസിലെ നമുക്ക് മെസ്സേജ് അയച്ച് ഈ സെയിം കാര്യം തന്നെ റിപ്പീറ്റ്ലി മെസ്സേജ് അയച്ച് ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയേക്കണം. ദുരനുഭവം ന്യൂസ് 18 വെളിപ്പെടുത്തുമ്പോഴും അവന്തികയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് അവന്തിക ന്യൂസ് 18 പുറത്തുവിട്ടു. റൈറ്റ്, 5:30 രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ കോൾ എത്തുന്നത്. അത് മിസ് കോളായി മാറുന്നു. 5:30 രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയുടെ ഫോണിൽ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് അവന്തിക നമുക്ക് അയച്ചു തരികയും നമ്മളത് പുറത്തുവിടുകയും ചെയ്തത്. MG രേണുക ചേരുന്നുണ്ട് തത്സമയം. രേണുക, വൈകുന്നേരം രേണുകയുടെ ഷോയിൽ തന്നെയാണ് അവന്തികയുടെ ഫോണിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ കോൾ എത്തുന്നത്. അവന്തിക ആ സമയം ലൈവിലിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ, ഈ രണ്ട് കാര്യമാണ് അവിടെ സംഭവിക്കുക. എന്താണ് അവന്തിക പങ്കുവച്ചത് രേണുവയ്ക്ക്? എൽദോ, നമുക്കറിയാം ഇന്ന് രാജ്യപ്രഖ്യാപനം നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തനിക്കെതിരെ എവിടെയും ഒരു പരാതിയുമില്ല, മുഖമുള്ള ഒരു ആരോപണം പോലും തനിക്കെതിരെ ഇല്ല. പക്ഷേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മാത്രമാണ് താൻ രാജി വെക്കുന്നത്. താൻ നിയമവിധേയമായ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്ന് ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് തന്റെ രാജി എന്ന് പറയാൻ, അങ്ങനെ വരുത്താനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അത് പൊളിക്കുന്നതാണ് ഇന്ന് ന്യൂസ് 18 5 മണിക്ക് പുറത്തുവിട്ട വാർത്ത. നമ്മൾ ആ വാർത്ത പുറത്തുവിടുന്നു. അവന്തിക, ഡാൻ കുര്യൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നു. അതിനുശേഷം അവന്തിക നമുക്കൊപ്പം ചേർന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളായി അവന്തികയോട് ചോദിച്ചു. ഏറ്റവും പ്രധാനം, എങ്ങനെ ഒരു ധൈര്യം വരുന്നു ഒരു ജനപ്രതിനിധിക്ക് ഒരാളോട് റേപ്പ് ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിക്കാൻ? അങ്ങനെ പോലും ഉന്നയിച്ച ഒരാളാണ് വന്ന് പൊതുസമൂഹത്തോട് പറയുന്നത് താൻ നിയമവിധേയമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മളുടെ ആ ഈവനിംഗ് ഷോയിൽ വൈകുന്നേരത്തിലൂടെ അവന്തിക നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്തിക നമ്മളോട് പറയുന്നത്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എനിക്ക് ഭയമുണ്ട്, ഞാൻ ഒരുപാട് മുമ്പ് തന്നെ ഇത് തുറന്നു പറയണമെന്ന് ശ്രമിച്ചതാണ്, പക്ഷേ പേടിക്കൊണ്ടാണ്, എന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്ന് പേടിയുണ്ട്. അയാൾ വലിയ സംവിധാനങ്ങളുള്ള ആളാണ്, അധികാരമുള്ള ആളാണ്, അതുകൊണ്ടൊക്കെ ഭയപ്പാടുകൊണ്ടാണ് താൻ പിൻവലിഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് അവന്തികയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൾ വരുന്നത്. അവന്തിക രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിന് മുൻപ് തന്നെ വിളിച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മളെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവന്തികയോട് 5:30 ആയപ്പോൾ അവന്തിക വിളിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ചോദിക്കുമ്പോൾ അവന്തിക അത് നമുക്ക് പിന്നീട് അയച്ചു വരുന്നു. അപ്പോൾ കൃത്യം നമുക്കത് കാണാം, രാവിലെ വിളിച്ചിരിക്കുന്നത് കാണാം, 5:30 വിളിച്ചിരിക്കുന്നത് കാണാം.
ഒരു ആൾ ലൈവിൽ തുറന്ന് പറച്ചിൽ നടത്തുമ്പോൾ അയാളെ വിളിക്കാൻ പോലുമുള്ള ഒരു ധൈര്യം, ഒന്നുകിൽ ഭീഷണിപ്പെടുത്താൻ, എൽദോ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടാൻ, അത് അനുനയിപ്പിക്കാൻ ഒക്കെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ആ സമയത്ത് അങ്ങനെ ഒരു ഫോൺ കോൾ ഉള്ളത്. നമ്മൾ കാണണം, വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങളാണ് അവന്തിക ഉന്നയിച്ചിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി പറയാൻ അവന്തികയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവന്തിക ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിന് പിന്നാലെ അവന്തിക നമ്മളുടെ ഷോയിലൂടെ, ന്യൂസ് 18 ചാനലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. താൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിച്ചിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഡിസപ്പിയർ ആകുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചിട്ടുള്ളത്. അത് സാങ്കേതിക വിദഗ്ധരെ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും റിട്രൈവ് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്താൽ അതിന് തെളിവാകും. താൻ വളരെ ആധികാരികമായി തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അത് വെല്ലുവിളിച്ചുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ ആവർത്തിച്ച് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ അവന്തിക നടത്തുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്, കൃത്യമായും അവന്തിക പറയുന്നു താൻ നിയമ പോരാട്ടത്തിന് പോകുന്നു. ഇനി ഒന്നിനെയും താൻ ഭയപ്പെടുന്നില്ല, താൻ എന്തായാലും നിയമ പോരാട്ടത്തിന് പോകുന്നു എന്ന ഒരു വെല്ലുവിളി കൂടി അവന്തിക നടത്തുകയാണ്. അപ്പോൾ ഈ വെല്ലുവിളി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. രാജി വെക്കുന്ന സമയത്ത് തുടരെ തുടരെ പരാതികൾ വന്നു. സമൂഹ മാധ്യമത്തിൽ നാണം കെട്ട് ഒടുവിൽ രാജിയിലേക്ക് പോകുമ്പോഴും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് ആ രാജി എന്ന് വരുത്തുകയും തനിക്കെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ല എന്ന് വരുത്തുകയും ഒപ്പം തന്നെ താൻ നിയമവിധേയമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് അതിഗുരുതരമായ ഒരു ആരോപണം തുറന്നു പറഞ്ഞുകൊണ്ട് 2 തവണ വെല്ലുവിളിച്ചുകൊണ്ട് അവന്തിക നിയമ പോരാട്ടത്തിന് പോകും എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇനി അതിന് മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ പോലും എന്തിന് അവന്തികയെ വിളിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എൽദോ, അതാണ് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത്. അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾ, അവന്തിക വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ എന്തെങ്കിലും രാഹുലിന് മറുപടി പറയാനുണ്ടെങ്കിൽ രാഹുൽ തന്നെ അതിൽ മറുപടി നൽകട്ടെ. കൃത്യമായി ഇതാ പരാതിയുമായി ഒരാൾ എത്തിയിരിക്കുന്നു, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അവന്തിക വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉത്തരം, റിയാക്ഷനാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്. MG രേണുകയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ വിവാദം, അതേ തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് നൽകിയ പ്രതികരണം. ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല. എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ്, മകളെ പോലത്തെ കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും, എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൌരവതരമായി പരിശോധിക്കുക, അതിന് നടപടി സ്വീകരിക്കുക. ഞാൻ ആവർത്തിച്ച് പറയാണ്, അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല, പാർട്ടിയുടെ മുമ്പിൽ ഒരു റിട്ടേൺ ആയിട്ടുള്ള പരാതിയും വന്നിട്ടില്ല. എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല. ഒരാളും എന്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല. വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല. പാർട്ടിയുടെ നേതാക്കന്മാർ ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചില്ല. സമീപിച്ചാൽ ഞങ്ങൾ അതിന് നടപടിയെടുക്കും. ഇപ്പോ അത് ഗൌരവതരമായി അത് വന്നിരിക്കുന്നു, അത് ഗൌരവമായി പരിശോധിക്കും, നടപടിയെടുക്കും. അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഊഹിച്ച് പറ്റും. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി? രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി പറയും, ഇല്ലേ? ശത്രുത കൊണ്ട് പറയും, ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയും, പല രീതിയിൽ പറയും. ഗൌരവമുള്ള പരാതി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളത് ഗൌരവത്തോടുകൂടി പരിശോധിക്കും. അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ? അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പാർട്ടി തന്നെ പരിശോധിക്കും. പാർട്ടി കോടതിയൊന്നും ആവുമല്ല. പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി പാർട്ടി ചെയ്യും. ഒരു വിമർശനമില്ല. എന്റെ മുമ്പിൽ വന്ന പരാതി, ആ പരാതിയുടെ ഗൌരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്ന്. എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല. എന്റെ നിയോജകമണ്ഡലത്തിലെ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതൊരു മെസ്സേജ് അയച്ച വിഷയമാണ്.
എന്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല, ഒരു വിട്ടുവീഴ്ച. പിന്നെ പ്രോത്സാഹിപ്പിക്കല് രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അവരെല്ലാം മിടുമിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ്, നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ അതിന്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും. സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമാണ്. പരാതി പരിശോധിച്ച് അതിന്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള, ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടിയെടുക്കുക. അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ഒരു ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായാലും നടപടിയെടുക്കും. അതിൽ കൂടുതൽ ഞങ്ങൾ എന്തെടുക്കാൻ പറ്റും? കാത്തിരുന്ന് കാണാമെന്ന് രാവിലെ പ്രതികരിച്ച KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രാജി അത് സ്വന്തം തീരുമാനം ആണെന്നായിരുന്നു പിന്നീട് പ്രതികരിച്ചത്. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിൻ്റെമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഞാനും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടുകൂടി എൻ്റെ അത് സംബന്ധിച്ച പ്രതികരണം അവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്നോട് ആരും ഒരു പരാതിയും, ഒരു പെൺകുട്ടിയും എന്നോട് ഒരിക്കലും ഒരു പരാതിയും വാക്കാലോ ഫോണിലോ രേഖാമൂലമോ ഒരിക്കലും നൽകിയിട്ടില്ല. എൻ്റെ മുൻപിൽ ആരും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതെനിക്കറിയില്ല. ഇല്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് ആരും ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടില്ല. വളരെ സമയോചിതമായിട്ടുള്ള ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു കാലതാമസം ഇക്കാര്യത്തിലുണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസും കടുത്ത നിലപാടിലാണ്. വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തി. ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഞാൻ ഒരു 15 മിനിറ്റ് മുന്നെയാണ് ഈ പറയുന്ന ഓഡിയോ കണ്ടത്. ഈ പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് നിലപാട്. ഇത് വളരെ ഗൗരവമുള്ള കേസാണ്. എന്നാൽ ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ശരിയാണെങ്കിൽ, അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അത് ശരിയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം ഒഴിയേണ്ടതാണ്. അല്ല, ഒരു വ്യക്തി വന്നിട്ട് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, തെളിവ് കൊടുക്കാതെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നടപടി സ്വീകരിക്കാൻ പറ്റും? ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. അത് ആർക്കും ആ ആരോപണം ഉന്നയിക്കാമല്ലോ. പക്ഷെ ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും അദ്ദേഹം ഒഴിയണം. എന്റെ പൊന്ന സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇത് ഒറ്റയവരോട് എന്ന് പറയുക, എന്നോടല്ല ഇത് പറയേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു വനിത, ഞാൻ ഉറച്ചു തന്നെ സംസാരിക്കും. ഇനി ഇതിന്റെ പേരിൽ എന്നോട് ആർക്ക് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല. ഇന്നലെ ഈ വോയിസ് ഞാൻ പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ പലരും വന്ന് പറയും, പല നേതാക്കളെയും ഇല്ലെങ്കിൽ എന്തിന് പ്രസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ വരെ അവർ ആരോപണം ഉന്നയിക്കും എന്ന് പറഞ്ഞിരുന്നോ കഴിഞ്ഞ ദിവസം വോയിസിൽ? ഇപ്പൊ എന്താ, ഇന്ന് രാവിലെ ഇപ്പൊ ഞാൻ ന്യൂസ് കണ്ടപ്പോ വേറെ ഏതോ ഒരു എഴുത്തുകാരി അവർ പറയുന്നു, ഈ പ്രസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീകളെ സമ്മതിക്കണം, അല്ലെങ്കിൽ അവരെ ഓർത്ത് അവരോട് സഹതാപം തോന്നുന്നു. ഇതൊക്കെ കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നും യൂത്ത് കോൺഗ്രസിലെ വനിതകൾക്ക്, ഞാൻ എന്റെ കാര്യം പറയാം, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ പറയാൻ ഒരു വോയിസിലെ പിന്നെന്തിനാ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനാണോ ഇങ്ങോട്ട് വന്നേക്കുന്നത് കെട്ടിക്കേറി? അല്ലല്ലോ. കുറെ ആയതുകൊണ്ട് പറയാൻ ഞാൻ വേറെ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പത്രക്കാർക്ക് വിളിച്ച് ബൈറ്റ് കൊടുക്കുകയോ അല്ല ചെയ്തത്. ഞാൻ ഒഫീഷ്യലി സംസാരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിലാണ്. ഇതിൽ നിന്ന് ആരാ ഇത് ഒറ്റ കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഒറ്റ കൊടുത്തവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇയാൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാനൊരു പെണ്ണാ, മനസ്സിലായോ? ഞാനും ഈ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ ആരോപണം ഉണ്ടാക്കുമ്പോൾ അത് ഞങ്ങളെയും കൂടെ ബാധിക്കും, മനസ്സിലായോ? അതുകൊണ്ട് സംസാരിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഇതിന്റെ വലിയ കാര്യമുണ്ടോ സ്നേഹം എന്നൊന്നും എന്നോട് ആരും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് BJPയും DYFIയും മാർച്ച് നടത്തി. അടൂരിലെ വീടിന് മുന്നിൽ DYFI പ്രതിഷേധിക്കുകയും ചെയ്തു.
കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് മാത്രം ലഭിച്ചത് 6 പരാതികളാണ് രാഹുലിനെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് കേസെടുക്കണമെന്നും ആവശ്യം. പരാതി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നൽകിയിരിക്കുന്നത്. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് പരാതിക്കാരൻ. തെളിവായി ഓഡിയോ സന്ദേശം കൂടി ചേർത്താണ് പരാതി നൽകിയിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ഷിൻഡോ ന്യൂസ് 18 പറഞ്ഞു. ഇങ്ങനെ നിഷേധിക്കാൻ ഒരു പരാതി ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ പോയി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കട്ടെ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ അല്ല എന്ന് പറയട്ടെ. പിന്നെ എന്ത് കാരണത്തിലായിരിക്കും പുള്ളി ഇപ്പോൾ രാജിവെച്ചത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന്? എന്റെ പരാതി പറഞ്ഞാൽ ഈ ഓഡിയോ വന്നിട്ടുണ്ട്. ഓഡിയോയിൽ പറയുന്നത് ഒരു കുട്ടികളെ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് ഈ സമൂഹത്തില് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിച്ചുള്ളത്. അത് എന്താണ് ഈ സമൂഹത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ്. അത് കണ്ടപ്പോൾ ഒരു അഭിഭാഷകനായ ഞാൻ അതിനെതിരെ ഒരു പരാതി കൊടുത്തു. അതിന്റെ പ്രത്യേക കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ നടക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളത് പ്രതിയായി പറയുന്നത് എന്താണ്? ഒരു MLA, ഒരു പാലക്കാട് നിന്ന് ജയിച്ച ഒരു MLA, അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം പറയുന്ന ഈ സമൂഹത്തിലുള്ള കുട്ടികൾക്കായാലും യുവജനങ്ങൾക്കായി മാതൃക കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനത്തെ ഒരു കാര്യം, ഒരു നീചമായ പ്രവൃത്തി വന്നത്. ഇങ്ങനെ നിഷേധിക്കാൻ ഒരു പരാതി ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഇത് കേസ് രജിസ്റ്റർ ചെയ്തോ? സെൻട്രൽ സ്റ്റേഷനിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഷിൻഡോ സെബാസ്റ്റ്യന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവതരം തന്നെയാണ്. കാരണം ഒരു ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾക്കാണ് ഇയാൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഓഡിയോ സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതൊരു തെളിവായി കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കുന്നതനുസരിച്ച് ബാലാവകാശ കമ്മീഷന് കൂടി ഈ ഒരു പരാതി ചെന്നിട്ടുണ്ട്. കാരണം ജനിക്കാൻ പോകുന്ന കുട്ടിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തിക്ക് ഇയാൾ നിർബന്ധിക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ, യുവജന സംഘടനയുടെ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അതിനേക്കാളും അപ്പുറം നിയമസഭ സാമാജികനായ ഒരാൾ തന്നെയാണ് ഇങ്ങനെയൊരു അധാർമികമായ ഒരു പ്രവൃത്തിക്ക്, തീർത്തും കുറ്റകരമായ ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുകയും നിർബന്ധിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന രീതിയിൽ തന്നെ അവിവാഹിതനൊരാൾ ഒരു യുവതിയുടെ സമ്മതമില്ലാതെ തന്നെ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുകയും അതോടൊപ്പം തന്നെ അതിനെ നിർബന്ധിക്കുകയും ചെയ്തിരിക്കുന്നത് യാതൊരു രീതിയിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഗൗരവതരമായ രീതിയിൽ തന്നെയാണ് ഈ പരാതി കൈകാര്യം ചെയ്യേണ്ടതെന്നും അതിൽ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും പരാതിയിൽ ആവശ്യപ്പെടുകയാണ്. എറണാകുളം സെൻട്രൽ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ അമ്മയുടെ ജീവിതത്തിനും ആരോഗ്യത്തിനും ഗുരുതര ഭീഷണിയാണ് ഗർഭസ്ഥ ശിശുവിനെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന പ്രവൃത്തികൾക്ക് നിർബന്ധിക്കുക എന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവതരമായി കാണണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എൽദോ. ശരി ഡാനിപ്പോൾ. ഇനി പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ നഗരസഭ ഒഴിവാക്കി. MLA പങ്കെടുത്താൽ പരിപാടിയുടെ ശോഭ കെടുമെന്നാണ് നഗരസഭ ഡെപ്യൂട്ടി ചെയർമാൻ രാഹുലിന് അയച്ച കത്തിൽ പറയുന്നത്. നാളെ നടക്കേണ്ട ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി തീരുമാനിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. VV വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ശോഭ കെടുന്ന തരത്തിലേക്ക് അവിടുത്തെ ജനപ്രതിനിധി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നൽകേണ്ടതും അദ്ദേഹം തന്നെയാണ്. എന്താണ് ഈ കത്തിലെ വിശദാംശങ്ങൾ?
എൽദോ, ഒരു ജനപ്രതിനിധി എന്ന നിലയിലും രാഹുൽ മാങ്കൂട്ടം ഒഴിവാക്കപ്പെടുകയാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കുന്നത്. പാലക്കാട് നഗരസഭയാണ് ഈ പരിപാടിയുടെ സംഘാടനം നിർവഹിക്കുന്നത്. അവർ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. പക്ഷേ ഇപ്പോൾ നഗരസഭ ഡെപ്യൂട്ടി ചെയർമാൻ കത്തയച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല. MLA എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുത്താൽ അവിടെ പ്രതിഷേധമുണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ശോഭ കെടും എന്നാണ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഡെപ്യൂട്ടി ചെയർമാൻ കൃഷ്ണദാസാണ് ഇങ്ങനെ ഒരു കത്ത് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഒരു MLAക്ക് ലഭിക്കുന്ന, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു ജനപ്രതിനിധിയാണ്, പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ ക്ഷീണമായി മാറുന്ന ഒരു കത്തായി കൂടി ഇത് മാറുകയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നഗരസഭ തന്നെ ഇങ്ങനെ ഒരു കത്തയക്കുമ്പോൾ അത് MLA എന്ന നിലയിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയായി കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് മാറുന്നു എന്ന കാര്യം ശോഭകടും. രാഹുൽ മാങ്കൂട്ടം ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന ഒരു നിർദ്ദേശം ഈ കത്തിലൂടെ പറയുന്നു. ആ പരിപാടി അലങ്കോലപ്പെടുമെന്നാണ് നഗരസഭ ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. എൽദോ. റൈറ്റ്, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ പരിപാടിയുടെ ശോഭ കെടുമെന്നാണ് ആ കത്തിലെ പ്രധാന പരാമർശം. അത് വലിയ തിരിച്ചടിയും വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി നേരിട്ട് ആവശ്യപ്പെടാതെ CPM രാജി വെക്കണമോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് പരാതി പറഞ്ഞിട്ടും ശരിയായി നിലപാട് സ്വീകരിക്കാത്തത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കോൺഗ്രസിന്റെ സമീപനത്തിന് തെളിവാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പിതൃതുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിയല്ല വേണ്ടത്. അപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് മാനസിക വിഭ്രാന്തിയുണ്ടെന്നും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പത്മജ വേണുഗോപാൽ. ഒരാളല്ല, പലരും ഇപ്പോൾ പരാതിയുമായി എത്തുന്നുണ്ട്. അമ്മയെപ്പറ്റി മോശമായ രീതിയിൽ പറഞ്ഞപ്പോൾ സങ്കടം തോന്നി. അതിന് അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ മോഹൻലാൽ പറഞ്ഞതുപോലെ അയാളുടെ തന്തയല്ലല്ലോ എന്റെ തന്ത എന്നിട്ടും എന്നും പത്മജ പറഞ്ഞു. അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ, MLA സ്ഥാനം രാജിവെക്കണം. ഒരു MLA എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ MLAക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. രാഹുലിനെ പിന്തുണച്ച് K മുരളീധരൻ. ആരോപണം ഉന്നയിക്കുന്നവർ എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നില്ല? പോലീസിൽ വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കാത്തത്? പേര് പറയാൻ ഇവർക്ക് ധൈര്യമില്ല. ആരോപണം ഉയരും മുന്നേ BJP മാർച്ച് നടത്തിയത് തിരക്കഥയുടെ ഭാഗമാണെന്നും K മുരളീധരൻ ആരോപിച്ചു. നേതൃത്വം അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. അത് ഞങ്ങളുടെ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. രാഹുൽ തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം പത്രക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അധികം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. പക്ഷേ ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല, മറിച്ച് നിയമ നടപടികളായിട്ട് സ്വീകരിക്കേണ്ടി. എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു? കാരണം പോലീസ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, സർക്കാരിൻ്റെ കൂടെയാണ്. ഇനി പോലീസിലും വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ? ഇപ്പോഴവർ കോടതിയെ സമീപിക്കാത്തത്, സമീപിച്ചാൽ മുമ്പ് ചില കേസിൽ കോടതി ചോദിച്ച പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമുണ്ടാകും. ഒരിടവേള. മാധ്യമപ്രവർത്തകൻ അങ്ങനെ തന്നെ പറയുകയാണ്, ഞാൻ രാജിവെച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ എപ്പോൾ വെച്ചു, ആർക്കാണ് ഈ രാജിക്കത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയാം. അപ്പൊ ഞാനെന്ത് പറയട്ടെ, എന്റെ തീരുമാനം പറയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചത്. അല്ല, ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടിന് എന്തിനാ എത്ര വ്യഗ്രത? അപ്പൊ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെ. ഇനിയും പറ.
ഒരുപാട് ഗൗരവമേറിയ ആരോപണങ്ങൾ പല കോണിൽ നിന്നായി വരുന്നു. ഒരു യുവ നടിയുടെ ആരോപണം വരുന്നു, ശബ്ദരേഖകൾ വരുന്നു. കാര്യങ്ങൾ നിസ്സാരമല്ല. സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ രാജി ആവശ്യപ്പെട്ടും പരസ്യമായ പ്രതികരണങ്ങൾ പോലും ഉയർന്നു വരികയാണ്. എന്താണ് ഇതിലെ മറുപടി? ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്, ഒരു യുവ നടിയുടെ ആരോപണങ്ങൾ വന്നുവെന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത്. അവരെൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിറ്റി. വാർത്തകളിലേക്ക്. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. PTP നഗറിലെ റവന്യൂ വകുപ്പ് ഓഫീസിൽ പരിശീലന പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, എങ്ങനെയാണ് അന്ത്യം? ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? എൽദോ, ഇത്തരത്തിലൊരു ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിരുന്നു. ഇത്തരത്തിലൊരു റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ആ സമയത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ശാസ്തമംഗലത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. പ്രായാധികം മൂലമുള്ള ബുദ്ധിമുട്ടുകളും മറ്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം MN സ്മാരകത്തിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ ആശുപത്രിയിൽ മറ്റ് MM മണി അടക്കമുള്ള മറ്റ് പ്രമുഖ നേതാക്കളടക്കം അദ്ദേഹത്തിനെ അവിടെ വന്ന് സന്ദർശിച്ചതിന് ശേഷം അവിടെ നിന്നും ഒരു അരമണിക്കൂർ മുൻപ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ MN സ്മാരകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പൊതുദർശനം ഇന്ന് രാത്രി തന്നെ അവസാനിപ്പിച്ച് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്നും സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിലൊരു അവിചാരിതമായിട്ടുള്ള ഒരു മരണമായിരുന്നു. അതായത് ഇത്തരത്തിലൊരു അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പരിശീലന പരിപാടിയായിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.